പാലക്കാട് DFOയ്ക്കെതിരെ പരാതിയുമായി വ്യാപാരികൾ. നിലമ്പൂർ നെടുങ്കത്തെ തടി ഡിപ്പോകളിൽ അംഗീകൃത വ്യാപാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെയാണ് പരാതി നൽകിയത്. നടപടി പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വ്യാപാരികൾ. ടിംബർ സെയിൽ ഡിവിഷന് കീഴിലാണ് അംഗീകൃത തടി വിൽപ്പന കേന്ദ്രങ്ങളായ അരുവാക്കോട് ടിംബർ സെയിൽസ് ഡിപ്പോയും നെടുങ്കയം ടിംബർ സെയിൽസ് ഡിപ്പോയും ഉള്ളത്. പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഡിപ്പോകളിൽ പ്രവൃത്തി ദിവസങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലും ലേലത്തിനൊരുക്കുന്ന തടികൾ കാണാനും ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കാനും തടസ്സമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഡിപ്പോയിലേക്ക് കടക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതോടെ വ്യാപാരികളടക്കം ലേലത്തിനായി ഡിപ്പോകളിലേക്ക് എത്താതെയായി. ഇപ്പോൾ അരുവാക്കോട് ഡിപ്പോയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ തീരുമാനങ്ങളുടെ ഫലമായി ഞാനിപ്പോൾ ലേലത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതും ഗവൺമെൻറ് നല്ലൊരു റവന്യൂ വരുമാനം കുറയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങൾ നമുക്ക് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇങ്ങനെ മരങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശി മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വനം വകുപ്പിന് തടി ലേലത്തിലൂടെ ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നതും നികുതി വരുമാനത്തിൽ വലിയ തുക സർക്കാരിലേക്ക് ലഭിക്കുന്നതും അരുവാക്കോട് ഡിപ്പോകളിൽ നിന്നാണ്. DFOയുടെയും റേഞ്ച് ഓഫീസർമാരുടെയും പുതിയ നിയന്ത്രണത്തോടെ ഡിപ്പോകളിൽ നടക്കുന്ന ലേലങ്ങളിൽ വിറ്റുപോകുന്ന തടികളുടെ അളവിൽ വലിയ കുറവാണുള്ളത്. 2 ഗേറ്റും പൂട്ടുക, അതിൻ്റെ ഉള്ളിലോട്ട് ലേലത്തിൻ്റെ ആളുകളെയും മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രവേശനം ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മരം കാണാനും മറ്റുള്ള സംഗതികൾക്കൊക്കെ ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ ശരിക്കും സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാവരും സ്വീകരിച്ചു കണ്ട് എങ്ങനെ ഇത് സെയിൽസ് ഡിപ്പോ ആണ്. ഉള്ളിൽ വരുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് തടികൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ചില തൽപര കക്ഷികളുടെ മരം വിൽക്കാനുള്ള സൗകര്യമാണ് അതിൽ കാണുന്നത്. അതേസമയം ഗേറ്റുകൾ അടച്ചിട്ടില്ലെന്നും പുതിയതായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പാലക്കാട് സെയിൽ DFO രാജീവ് പറഞ്ഞു. അവധി ദിവസങ്ങളിൽ വ്യാപാരികൾക്കുൾപ്പെടെ പ്രവേശനം അനുവദിക്കില്ല. വ്യാപാരികൾക്ക് പേരും മേൽവിലാസവും ഫോൺ നമ്പറും നൽകിയാൽ ഡിപ്പോയിൽ പ്രവേശിക്കുന്നതിൽ തടസ്സമില്ലെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഇതിലൂടെ ഉദ്യോഗസ്ഥർ അഴിമതി നടത്താനുള്ള കളമൊരുക്കുകയാണെന്നാണ് വ്യാപാരികളുടെ ആരോപണം. സർക്കാർ നടപടിയെടുക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. 2-3 വകുപ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻസ് കോഡ് കാലിക്കട്ട്, അതേപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, വകുപ്പ് തല മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നെടുങ്കയം ഡിപ്പോയിൽ റേഞ്ച് ഓഫീസർ കച്ചവടം ചെയ്യുന്ന സ്വകാര്യ വ്യക്തിൻ്റെ ഓഫീസിൽ പോയി കച്ചവടം ചെയ്യുന്ന ഫോട്ടോ സഹിതമുള്ള പരാതികൾ ആണ് കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കുമാണ് വ്യാപാരികൾ പരാതി നൽകിയിട്ടുള്ളത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി വനം വിജിലൻസ് കോഴിക്കോട് DFO ജയപ്രകാശ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.